ജിസ്മോളുടെ വീട്ടിലാണ്. ജിസ്മോളുടെ പപ്പയുടെ ഒപ്പമാണ്. കുറച്ച് നേരം ജിസ്മോളുടെ പപ്പയായിട്ട് സംസാരിച്ചു. കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് അധികം തിരക്കിപ്പിക്കുന്നില്ല, എന്നാലും കുറച്ച് കാര്യങ്ങൾ പപ്പയായിട്ട് സംസാരിക്കാം എന്ന് പപ്പയും പറഞ്ഞത്. കാരണം അതിൻ്റെ വെളിച്ചത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പപ്പ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് ഈ ഒരു വിഷമത്തിൽ നിന്നൊന്ന് റിമൂവായി വരുന്നേ ഉള്ളൂ. ഇതിനെ സംബന്ധിച്ച് ഈ പോലീസുകാർ, അതായത് SHO എന്താ പറഞ്ഞത്? SHO പറഞ്ഞത് അതിന് അറസ്റ്റ് ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൂഫ് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഏതാണ്ട് ഫോണിനകത്തുനിന്ന് എന്തോ സംവിധാനം കിട്ടിയിട്ടുണ്ട്. അതെന്നാന്ന് അവർ കാണിച്ചില്ല, പറഞ്ഞില്ല. അവർക്ക് പിന്നെ കോടതി കൊടുത്തോളാം, അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. ഈ CC ഫുട്ടേജിൻ്റെ കാര്യം ചോദിച്ചായിരുന്നല്ലോ. അപ്പോൾ ഈ CCTVയുടെ ദൃശ്യങ്ങൾ പപ്പനെ കാണിക്കാനായിട്ട് ഈ ഏറ്റുമാനൂർ SHO തയ്യാറായിട്ടുണ്ടോ? ഇതുവരെ തയ്യാറായിട്ടില്ല. ഞാനതിന് വിവരാവകാശം വെച്ചിട്ടുണ്ട്, എനിക്കത് വേണമെന്ന് പറഞ്ഞു. എന്നെ ഇതുവരെ കാണിച്ചില്ല, ഞാൻ കണ്ടില്ല. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഈ ജിസ്മോളുടെ മരണത്തെ സംബന്ധിച്ച് ദുരൂഹതകളെക്കുറിച്ച് വല്ലതും പപ്പയോട് സംസാരിക്കുന്നുണ്ടോ അവർ? ഇല്ല, എന്നോട് അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. ഒരു കാര്യം സംസാരിക്കുന്നില്ല. ഈ ജിസ്മോള് അവസാനമായിട്ട് പപ്പനെ എന്നാണ് പപ്പ വിളിക്കുന്നത്? എന്നെ വിളിക്കുന്നത് വെള്ളിയാഴ്ച ഞാൻ വിളിച്ചപ്പം പറഞ്ഞു എനിക്ക് പാലായിക്ക് പോകണം, അങ്ങനെ സംസാരിക്കുക. അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സംസാരിച്ചിട്ട് പോയി. വിളിക്കുമ്പോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നോ? റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ ജിസ്മോൾ മരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. തിങ്കളാഴ്ച വിഷു അല്ലായിരുന്നു. വിഷു ചെയ്യാനായിട്ട് ഞാൻ ഫോൺ വിളിച്ചിട്ടും കിട്ടിയില്ല. അതെല്ലേ. അതായത് ജിസ്മോൾ ഒരു ഞായറാഴ്ച ഒരു കൂട്ടുകാരിയുടെ ഒരു കല്യാണത്തിന് പങ്കെടുത്തെന്ന് പറയുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ അതിനുശേഷം അന്ന് വൈകിട്ടത്തിന് ശേഷം ഈ ജിസ്മോൾ ആരെങ്കിലും വിളിച്ചതായിട്ട് അറിയാവോ? നമ്മുടെ കുടുംബത്തിലെ ചേച്ചീനെയോ? ഇല്ല, ഇവിടെ ആരെയും വിളിച്ചിട്ടില്ല. അവൾ വോയിസ് മെസ്സേജ് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു UK-ലോട്ട്. ഞായറാഴ്ച. അന്നേരം ഞങ്ങൾ ഹാപ്പിയാണ്, ഞാൻ കല്യാണം പിള്ളേരെല്ലാം ഉണ്ട്, സുഖമായിട്ട് വന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോൺ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഞായറാഴ്ച ഏത് സമയം വരെ നമ്മുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരുമായിട്ട് ഒരു വോയിസ് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്? ഒരു 3 മണി 4 മണിയൊക്കെ വരെ. ആ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ കൃത്യസമയം എനിക്കറിയത്തില്ല, എന്നാലും വൈകുന്നേരം വരെ ഹാപ്പിയായിരുന്നു. വൈകിട്ട് വരെ ഹാപ്പിയായിരുന്നു. അത് ഞായറാഴ്ച വൈകിട്ട് വരെ ഹാപ്പിയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെയാണ്, അതായത് 11:30-12 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് ജിസ്മോൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത്. അത് ഞാൻ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഞാൻ 4-5 ദിവസങ്ങൾ ഈ CCTV ദൃശ്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷിച്ചു. അതാണ് വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ എടുക്കേണ്ട അത്യാവശ്യമായിരുന്നു. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് CCTVയിൽ കൂടിയാണ് ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടുള്ളൂ. അത് കാരണം ഹാദ് ഫാമിലി ചാനൽ അതായത് ഒരു 20ഓളം വീടുകളിൽ പോയി, അതായത് വീടുകൾ, പള്ളികൾ, അതുപോലെ തന്നെ കടകൾ, അങ്ങനെയൊക്കെ 20ഓളം വീടുകളിൽ കൂടെ പോയി CCTV ദൃശ്യങ്ങൾ എടുക്കാനായിട്ട് പോയി. പള്ളികളിലും പോയായിരുന്നു, പക്ഷേ സ്കൂളിൽ പോയായിരുന്നു. പക്ഷേ ഇവിടെയൊന്നും ഈ പറഞ്ഞ ടൈം വെച്ചുള്ള ഒരു CCTV ദൃശ്യം കിട്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ജിസ്മോൾ സ്കൂട്ടറിൽ ഈ മോളുമായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അതായത് 1 വയസ്സും 2 മാസവും പ്രായമുള്ള കൊച്ച്, 4 വയസ്സുള്ള കൊച്ചിനെയും കൂട്ടി സ്കൂട്ടറിൽ. അപ്പോൾ അങ്ങനെ സ്കൂട്ടറിൽ യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ ഇതിനു മുമ്പ് എങ്ങനെ പോയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ സ്കൂട്ടറിൽ? അങ്ങനെ പോയിട്ടില്ല. കൊച്ചിനെ കൊണ്ട് സ്കൂട്ടറിൽ പോകാൻ നമുക്ക് പേടിയാണ്. 2 കൊച്ച് 1 വയസ്സ് വെച്ചല്ലേ ഉള്ളൂ. 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. 1 വയസ്സും 2 മാസമുള്ളൂ. അത് കൊച്ചെ പിടിച്ച് നിൽക്കുമോ? ഒരിക്കലും നിൽക്കുകയില്ല. പിന്നെ 3 വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ അതും പിടിച്ച് നിൽക്കുകയില്ല. അത് പിന്നെ എങ്ങനെയായിട്ട് നിൽക്കുക? അതുകൊണ്ട് 2 പേരെ കൂടെ ബൈക്കിൽ സ്കൂട്ടറിൽ പോകുന്ന ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുകയില്ല. പ്രിയരെ, അതുപോലെ തന്നെ ഈ ജിസ്മോൾ ഇത് ഹാർപ്പിക്ക് കുടിച്ചെന്ന് പറയുന്നുണ്ട്. ഹാർപ്പിക്ക് കുടിച്ചെങ്കിൽ എന്താണേലും അതിൻ്റേതായ ഒരു വെപ്രാളവും മാനസികാവസ്ഥയും കാണിക്കും. കുട്ടികൾക്ക് കൊടുത്തെന്ന് പറയുന്നുണ്ട്. ഒരു മുലയൂട്ടി വളർത്തിയ ഒരു അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യം. അതുപോലെ ഈ ജിസ്മോളെ സംബന്ധിച്ച് അഭിഭാഷകയായിരുന്നു. ഇപ്പോൾ നോട്ടറി അഡ്വക്കേറ്റായിട്ട് നാളെയായിരുന്നു ചാർജ് എടുക്കാനായിട്ടിരുന്നത് അല്ലേ? നാളെ എന്തോ നോട്ടറി കിട്ടാനായിട്ട് നാളെ ചാർജ് എടുക്കാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അത്രയും സന്തോഷത്തിലായിരുന്നു ആ മോള്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ പപ്പ ഞാൻ ചോദിക്കട്ടെ, ഈ ഫാന് കെട്ടി തൂക്കി എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിങ്ങനെ ഒരു സംഘടനത്തിൽ ഏതെങ്കിലും കാല് തെന്നി വീണു, ഫോർ എക്സാമ്പിൾ ആട്ടോ പറയുന്നത്, ഒരു സംഘടനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വാക്കാർക്കും വന്നപ്പം ഒരു തള്ളലോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി പുറകോട്ട് വീണ് കഴിഞ്ഞപ്പോൾ ഇവള് തലയടിച്ചു. അവൾ ചലനം അറ്റുപോയി. അതിനുശേഷം ഇവർ തന്നെ ഇവളെ ഫാനെ കെട്ടി തൂക്കാനായിട്ട് നോക്കി. ഫാനിന്ന് മുകളിൽ നിന്ന് കെട്ട് പൊട്ടിച്ച, അല്ലെങ്കിൽ കയറ് പൊട്ടിയ, അല്ലെങ്കിൽ ഫാനോട് കൂടി താഴേക്ക് വീണു. അപ്പോൾ ഉള്ളിൽ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതം പറ്റുമല്ലോ. അങ്ങനെ ക്ഷതം പറ്റിയപ്പോൾ അത് മറച്ചു വയ്ക്കാനായിട്ട് ഇവരുടെ കൈ മുറിച്ചു കഴിഞ്ഞിട്ട് ആ രീതിയിൽ നോക്കി, ആ രീതിയിൽ സ്വയം ആത്മഹത്യ ചെയ്തെന്ന് വരുത്തി. അതിനുശേഷം അത് ആ രീതി വീട്ടിൽ കിടന്നാകുമ്പോഴത്തേന് അത് വളരെ ദുരൂഹത വരും. അതിനെ സംബന്ധിച്ച് ചോദ്യം പറച്ചിലും വരും എന്ന് മനസ്സിലാക്കിയാണ് ഇവളെ
ഒരു കരുതി കൂട്ടി ഉപദ്രവിച്ച് ഇവളെ കൊണ്ടുപോയി പുഴയെ കൊണ്ടുപോയി ഇട്ടതാകാൻ സാധ്യതയില്ല പപ്പേ. ഞാനങ്ങനെ വിശ്വസിക്കുമത്. വിശ്വസിക്കാതിരിക്കാനും പറ്റിയല്ലോ, വിശ്വസിക്കാനും പറ്റും. CCTV ദൃശ്യം കിട്ടിയാൽ മാത്രമല്ല പപ്പ നമുക്ക് ഇതിൽ, കാരണം ജനങ്ങൾക്ക്, ഈ നാട്ടിലുള്ള ജനങ്ങൾക്കെല്ലാം അറിയാനുള്ള ആഗ്രഹം അത് അറിഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇത്രയും അധികം 10-20ഓളം CCTV ദൃശ്യങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ട്, CCTVകൾ ഈ നാട്ടിലുണ്ടായിട്ട് ഇതിനെ സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്സ് എല്ലാം പപ്പ നമുക്ക് കിട്ടണം. അത് കിട്ടാനായിട്ട് ഹാർഡ് ഫാർമർ എന്ന് ചാനൽ അക്കോരാത്രം പ്രയത്നിക്കും, അത് കിട്ടിയേ പറ്റുള്ളൂ. പപ്പ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജിസ്മോളെ അമ്മായിപ്പൻ, അതായത് ജിസ്മോളുടെ അമ്മായിപ്പൻ പപ്പേനെ വിളിച്ചായിരുന്നു ജിസ്മോളുടെ ഫോണിൽ? ഇല്ല, വിളിച്ചിട്ടില്ലല്ലേ? ഇല്ല. അപ്പോൾ ഈ ജിസ്മോളുടെ ഫോണിൽ പപ്പേനെ ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിംബന്തി പൊതുവെ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ ജിസ്മോളുടെ അമ്മായിപ്പൻ പപ്പേനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. ഈ സംഭവം കഴിഞ്ഞ് ആരും എന്നെ വിളിച്ചിട്ടില്ല. ആരും വിളിച്ചില്ല. അതായത് ഹാർഡ് ഫാർമർ എന്ന ചാനലിൽ മൊത്തത്തിൽ വിലയിരുത്തി നോക്കുമ്പോൾ ഒത്തിരി കിംവദന്തികൾ, അതായത് പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളും അറിഞ്ഞിട്ട് പപ്പയുടെ അടുത്ത് നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ വന്നിരുന്നു. 3 മിനിറ്റായിരുന്നു അന്ന് പപ്പ എനിക്ക് ഇൻ്റർവ്യൂ തന്നെ. അന്ന് ഞാൻ പപ്പയോട് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു, അതായത് പപ്പേനെ 3 ദിവസം മുമ്പായിരുന്നു വിളിച്ചത്. അപ്പം അമ്മായിപ്പൻ വിളിച്ചിരുന്നു, അതായത് ജിസ്മോള് മരിക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിപ്പനെ, അതായത് ജിസ്മോളുടെ അമ്മായിപ്പനെ വിളിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം ഒരു കഥ പോലെ പ്രചരിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എന്നെ വിളിച്ചിട്ടില്ല. എന്നെ ആരും വിളിച്ചിട്ടില്ല. ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയോ അതുപോലെ തന്നെ ജിസ്മോളുടെ അമ്മായിപ്പനൊന്നും വിളിച്ചിട്ടില്ല. സംഭവം കഴിഞ്ഞിട്ടേ വിളിച്ചിട്ടില്ല, അതിന് മുമ്പും വിളിച്ചിട്ടില്ല. പപ്പ എങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്നത്? ജിസ്മോള് അത് ജിസ്മോളുടെ ഫോണിൽ നിന്ന് അവിടെ അമ്മാച്ചൻ എന്നെ വിളിച്ച് പറയുന്നു. അമ്മാവൻ, അവിടെ അമ്മയുടെ ആങ്ങളെ വിളിച്ചല്ലേ? എന്നെ വിളിച്ച് പറയുന്നത് ജിസ്മോൾ മിസ്സിംഗ് ആണ്, എവിടെയെങ്കിലും. അതെന്ന് പറയാമോ? ഇത് പപ്പ എങ്ങനെ ഈ സംഭവങ്ങൾ എങ്ങനെയാണ് പപ്പ അറിയുന്നത്? ഞാൻ അവിടെ രാവിലെ 9:30 ആയപ്പോൾ, അതായത് ഇവിടുത്തെ 2:30 ഒക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ്. അവിടെ എഴുന്നേറ്റിട്ട് ഇവിടുത്തെ എത്ര സമയമാകുമ്പോൾ? ഇവിടുത്തെ ഒരു 2:30 ഒക്കെ ആവും കാണും. 2:30 എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞ് 2:30. അന്നേരം അവിടെ 9:30 ആയിരുന്നു. ഓക്കെ. അപ്പം ഞാൻ അവിടെ എഴുന്നേറ്റപ്പോഴേ അവിടെ പോണെന്നാണ് എന്നെ വിളിക്കുന്നത്, ജിസ്മോടെ പോണെന്ന്. അവിടെ അമ്മാച്ചനാണ് വിളിക്കുന്നത്. അമ്മാച്ചൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ ആങ്ങളെ എന്നെ വിളിച്ച്, ഞാൻ കൊച്ചാന്നോർത്തെല്ലാം എന്നെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ആ പുള്ളി എന്നോട് പപ്പാന്ന് തന്നെ വിളിക്കുന്നത്. പപ്പ ജിസ്മോള് മിസ്സിംഗ് ആണ്, എങ്ങാനും വന്നിട്ടുണ്ടോ പാലായി വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ UK ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലല്ലോ എന്നാ പറ്റി സംഭവം എന്നാ. ഞാൻ പറഞ്ഞു പിള്ളേരും അവള് മിസ്സിംഗ് ആണ്, ഫോൺ കൂടിയിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അവള് കൈ മുറിച്ചിട്ടുണ്ട്, എന്തോ ബ്ലഡ് ഇവിടെ കിടപ്പുണ്ട്, പിള്ളേർക്ക് എന്തോ കൊടുത്തതായിട്ടാണ് കാണുന്നത്. പിള്ളേരെ എന്താ ചെയ്തു ഒന്നും അറിയത്തില്ല, അവള് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ആദ്യം എടുത്ത് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം പാലായി വിളിച്ച് ചോദിച്ചു. അന്നേരം അവരിവിടെയൊക്കെ അന്വേഷിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്ന് പിന്നെയും തിരിച്ച് ജിസ്മോളെ ഫോണെ വിളിച്ചു. അന്നേരം എന്നെ വിളിച്ച പുള്ളിയുടെ ഭാര്യ എടുക്കുന്നു. ഭാര്യ എന്നോട് പറഞ്ഞു 6-ൻ്റെ ഇടിക്കുന്ന കിട്ടി, ഇങ്ങോട്ട് കൊണ്ടുപോയി കരുത്താസിലെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പിന്നെ അമ്മാച്ചൻ്റെ ഫോണിലോട്ട് വിളിച്ചു. അമ്മാച്ചൻ്റെ ഫോൺ നമ്പർ എനിക്കറിയാമായിരുന്നു. അമ്മാച്ചനെ വിളിച്ചപ്പോൾ അമ്മാച്ചൻ പറയുന്ന 3 പേര് മരിച്ചെന്ന്. അപ്പോൾ അവർ വളരെ പപ്പയോട് ഓൾറെഡി അവരുടെ ഈ ജിസ്മോളുടെ മരണം രേഖപ്പെടുത്തിയതിന് ശേഷമല്ല, അല്ലെ ജിസ്മോക്ക് ഇത്ര വലിയ അപായം സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ പപ്പയെ വിളിച്ചവർ ശരിക്കും പറഞ്ഞാൽ കള്ളത്തരം പറയുന്നത്. ഞാൻ എന്നെ വിളിച്ചപ്പോഴാണെങ്കിൽ 2:30 അല്ലേ? പപ്പ ഞാൻ ഒരു സംശയോട് ചോദിക്കട്ടെ, ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല, എനിക്ക് വിഷമമുണ്ടെന്ന് അറിയാം, പക്ഷേ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. പപ്പ ഈ ജിസ്മോളുടെ ഫോൺ ലോക്കല്ലേ? ഈ ജിസ്മോളുടെ ഫോണിൻ്റെ ലോക്ക് ആർക്കറിയാവുന്നേ? അതാ എനിക്കൊരു സംശയമുണ്ട്. അത് ആർക്കാണ്? ഒന്നെങ്കിൽ ലോക്കായിരിക്കണം, അല്ലെങ്കിൽ ലോക്കല്ലാതെ വെച്ചേക്ക് പോകും. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. എന്താണെങ്കിലും ഇപ്പോൾ ഉള്ള ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേരുടെ ആണെങ്കിൽ എല്ലാവരും ഫോൺ ലോക്ക് ഉപയോഗിക്കും. കാരണം നമ്മൾ ലോക്ക് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ പ്രസ്സായി കഴിയുമ്പോൾ ടച്ച് ഫോൺ ആകുമ്പോഴത്തേനും കോളും കാര്യങ്ങളും മെസ്സേജൊക്കെ പലയിടത്തേക്കും പോകും. കാരണം മിക്ക ഫോണും ലോക്ക് ചെയ്താണ് ഇടാറുള്ളത്. അപ്പം ഈ അമ്മാച്ചൻ എങ്ങനെ ഈ ജിസ്മോക്കയുടെ ലോക്ക് തുറക്കാനായിട്ട് പറ്റി? അതാ എനിക്ക് അമ്മാച്ചൻ വിളിക്കുന്നത് ഇവിടെ ഫോണേന്നാണ്. എനിക്ക് ലോക്ക് തുറന്നതാവുന്നത് എനിക്കറിയത്തില്ല. അവിടെ ഫോണേന്നാണ് വിളിക്കുന്നത്. ഞാനപ്പം കൊച്ചാന്നോർത്ത് എടുത്ത് ചോദിച്ചു, കൊച്ചെന്നാ പറ്റിമാനെന്ന് ചോദിച്ചപ്പോൾ അമ്മാച്ചനാണ് പറയുന്നത്. ഇപ്പോൾ ഈ ജിസ്മോക്കയുടെ ഫോൺ എവിടെയാണ്? ഇപ്പം പോലീസ് സ്റ്റേഷനില്ല, പോലീസിൻ്റെ കയ്യിലല്ലേ? ഇതിനെ സംബന്ധിച്ച് ഈ അവസാനം വിളിച്ച കോളുകളെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് സംസാരിച്ചിട്ടുണ്ട്? ഇതൊക്കെ നമുക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. അതിപ്പോൾ അതിൻ്റെ റിപ്പോർട്ടെല്ലാം കിട്ടട്ടെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ജിസ്മോൾ കൂട്ടുകാരികളെ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ, അതായത് ഈ ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക്, അതായത് അവക്കടെ ഫോണുമായിട്ട് യാതൊരു ബന്ധങ്ങളും, ഒരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തെന്ന് പറയുന്നത്, ഈ മെസ്സേജിൻ്റെ കാര്യം എങ്ങനെയാണ്?
മെസ്സേജ് അവിടെ അങ്ങനെ എൻ്റെ അതായത് എൻ്റെ ഇളയ ചെറുക്കൻ്റെ ഭാര്യയ്ക്കായിട്ടിരുത് ഇട്ടിരിക്കുന്നത്. അതെന്നാ മെസ്സേജ് ഇട്ടത്? ഞായറാഴ്ച ഞങ്ങൾ വെരി ഹാപ്പിയാണ്. കല്യാണം രാമപുരത്ത് ഒരു കല്യാണം കഴിഞ്ഞു, ഉണ്ണാൻ പോയതായിരുന്നു. നല്ലതായിട്ടും നല്ല വോയിസ് മെസ്സേജ് ആണ്. അതെ 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 വോയിസ് അത് ഞാൻ കേട്ടായിരുന്നു. വോയിസ് മെസ്സേജ് ഇവിടെ വന്ന് ഫോൺ കേൾപ്പിച്ചായിരുന്നു. അതെ അറിയത്തില്ല. അതിന് ശേഷം വേറെ സംഭവമില്ല, ആരുമായിട്ട് വിളിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.